പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ നീട്ടി. വ്യോമപാത അടച്ച നടപടി ഒക്ടോബർ 24 വരെയാണ് നീട്ടിയത്. അർജുൻ പീതാംബരൻ ഈ വാർത്തയും വിവരങ്ങൾ നൽകും. അർജുൻ, ഇപ്പോൾ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ നീട്ടിക്കൊണ്ട് മറ്റെന്തെങ്കിലും വിശദീകരണമൊക്കെ വരുന്നുണ്ടോ? മറ്റ് വിശദീകരണമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ നടപടി എടുത്തിരുന്നു. അതായത് നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അത് ഒക്ടോബർ 24 വരെ നീട്ടിയിരുന്നു. അതേ നടപടി തന്നെയാണ് ഇന്ത്യയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ തന്നെ ഇത് തുടർന്ന് വരുന്നുണ്ട്. നമുക്കറിയാം, പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇന്ത്യ പാകിസ്ഥാന് എതിരെ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുന്നു. ഒക്ടോബർ 24 വരെയാണ് പുതിയ നോട്ട് ടൈം അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് എയർമാനുള്ള നോട്ടീസ് 24 വരെ എന്തായാലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയുടെ വ്യോമപാതയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല. ഇതുപോലെ 6ാം മാസത്തേക്ക് കടക്കുകയാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ തന്നെ ഇതിൻ്റെ വിലക്ക് ഇത്തരത്തിൽ തുടർന്ന് വരുന്നുണ്ട്. അത് ഓരോ മാസം കഴിയും തോറും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് വിലക്ക്. അങ്ങനെ 6ാം മാസത്തിലേക്ക് കടക്കുകയാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലും വിലക്കുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ വിമാനങ്ങളെയെല്ലാം ഇന്ത്യൻ വ്യോമപാതയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പൂർണ്ണമായി വിലക്കിയിരിക്കുന്നു. പുതിയ നോട്ട് ടൈമും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ശരി, പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ നീട്ടിയിരിക്കുകയാണ്. 6ാം മാസത്തിലേക്ക് വിലക്ക് കടക്കുന്നു എന്നതാണ് അർജുൻ പീതാംബരൻ നൽകുന്ന പുതിയ വിവരം. ഇപ്പോഴത്തെ ഈ നടപടി, വ്യോമപാത അടച്ച നടപടി ഒക്ടോബർ 24 വരെ തുടരും എന്നതാണ് ഇപ്പോഴത്തെ വിശദീകരണം.